ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളിവുഡിലെ 2025 പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വേഫർ ഫിലിംസ് റിലീസ് ചെയ്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്കിലായിരുന്നു ഒരു എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് ടീസറും ട്രെയിലറും ഇപ്പൊ തിയേറ്ററിലത്തെ എക്സ്പീരിയൻസ് അടക്കം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമ എന്ന് പറയുന്നത് എപ്പോ എവിടെ എന്ത് മാജിക് ക്രിയേറ്റ് ചെയ്യുന്നു പറയാൻ പറ്റാത്ത ഒന്നാണ്. ആൻഡ് അതാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. കാരണം സിനിമയുടെ റിലീസ് ചെയ്തിപ്പോൾ ഒരു 3-4 ദിവസമായതിനു ശേഷം ഇന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പലയിടത്തും ഇതിന്റെ ടിക്കറ്റ് തന്നെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ആൻഡ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ, ഈ സിനിമയെ കുറിച്ചിട്ട് നിങ്ങൾ കാര്യമായിട്ടുള്ളതൊന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡോട് കൂടിയിട്ട് പോയി കാണാം. ആൻഡ് ബാക്കിയുള്ളതെല്ലാം ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ല സൗണ്ട് സിസ്റ്റവും നല്ല പ്രൊജക്ഷനും ഉള്ള ഒരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്ത് ഈ പടത്തിന് പോവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു പീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഡൊമിനിക് അരുൺ എന്ന് പറയുന്നതിന്റെ ഡയറക്ടറോട് എനിക്ക് പറയാനുള്ളത്, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതായത് മലയാളത്തിലെ പ്രൊമിസിംഗ് ഡയറക്ടേഴ്സിലേക്ക് ഒരാളുടെ കൂടി പേര് എഴുതി ചേർക്കപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുള്ള വേഫറർ ഫിലിംസ് ആൻഡ് ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിനോട് വേണം ഒരു ബിഗ് താങ്ക്സ് പറയാൻ. കാരണം ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ബിൽഡിങ് എങ്ങനെ നല്ല വൃത്തിക്ക് ചെയ്യണം എന്നുള്ള മേക്കേഴ്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ സിനിമകൾ വലിയ വലിയ പ്രോമിസിങ് അല്ലെങ്കിൽ വലിയ എക്സ്പെക്ടേഷനും വലിയ ഹൈപ്പും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് കാര്യമായതൊന്നും ഓഫർ ചെയ്യാതെ വെറുതെ പോയിട്ടുണ്ട്. ആൻഡ് അതിനൊക്കെ ഒരു മറുപടി എന്നുള്ളതാണ് ഈ ഒരു പടം വന്നിട്ടുള്ളത്. ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷത്തെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്തിരുന്ന കൽക്കി 2898 AD ആയിരുന്നു. ആൻഡ് അതില് എടുത്ത ബഡ്ജറ്റ് ഒരു 600 കോടി ബഡ്ജറ്റ് എവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം സിനിമയുടെ തുടക്കം തൊട്ട് മഹാഭാരതത്തെ കണക്ട് ചെയ്തുകൊണ്ടും പ്രസന്റ് ഡേനെ കണക്ട് ചെയ്തുകൊണ്ടും ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളതും അവസാനം ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൊണ്ട് നമ്മൾ ക്ലിഫ് ഹാങ്ങർ നിർത്തുകയും ചെയ്തിരുന്നു. ആൻഡ് ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 30 കോടി ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു വേൾഡ് ബിൽഡിങ്ങിന്റെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങി വെക്കുകയും അതിന്റെ അവസാനം കൊണ്ട് ഇങ്ങനെ കൊണ്ട് നിർത്തുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം തരിക എന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു ത്രൂ ഔട്ട് നമുക്ക് കിട്ടിയിരുന്നത്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ടത് ജെയ്ക്സ് ബിജോയ്. ഇന്റർവെല്ലിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടാണ്. അത് എന്റെ പൊന്നു, നമുക്ക് ആ ഒരു ഇന്റർവെൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സംതിങ് മോർ ഈസ് കമ്മിങ് അല്ലെങ്കിൽ സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നുള്ള ഒരു ഫീല് തന്നിട്ടാണ് അതിന്റെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ആൻഡ് അതിനുശേഷം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരക്ടർ ബിൽഡിങ്, സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, ചമൻ ചാക്കോ ആൻഡ് നിമിഷ് രവി എന്നീ പറയുന്ന ടെക്നിക്കൽ സൈഡ് ഹാൻഡിൽ ചെയ്തവർ, ഇവൻ നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രഫി, ചമൻ ചാക്കോന്റെ എഡിറ്റിങ്, ജേക്സ് ബിജോയുടെ മ്യൂസിക് ആൻഡ് യാനിക് ബെന്നിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി കിഡിലനായിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ പറഞ്ഞാൽ ചില പല സ്പോയിലേഴ്സിനും കാരണമാവാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ കഥയിലേക്കോ മറ്റുള്ളതിലേക്കോ ഒന്നും കിടക്കുന്നില്ല. പെർഫോമൻസിൽ പറയുകയാണെങ്കിൽ കല്യാണിയുടെ ആ ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ, അതിന്റെ ക്യാരക്ടറിന്റെ നേച്ചർ മനസ്സിലാക്കി അതിന്റെ A to Z ആയിട്ടുള്ള മാനറിസംസ് ഒക്കെ എവിടെയും ഒന്ന് പാളിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് കല്യാണിയുടെ ഒരു കരിയർ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ പറയാം ഇതിലത്തെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. ആൻഡ് സാൻഡി മാസ്റ്ററുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോള് നൈസായിട്ട് തന്നെ ചെയ്തത്. നമുക്ക് ലിയോലത്തെ ആ ഒരു ചോക്ലേറ്റ് കോഫി സീനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറിനെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചു. നെസ്ലന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ എല്ലാവരും കാണിച്ചു. അരുൺ ചന്തു ആൻഡ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതെ അവരവരുടെ റോളുകൾ നല്ല രീതിയിലാണ് വെച്ചിട്ടുണ്ട്. ആൻഡ് പല ക്യാരക്ടേഴ്സിന്റെയും കൂടുതൽ റിവീൽ ചെയ്യാതെ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിലെ ബാക്കി സിനിമകളിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നിർത്തി വെച്ചിട്ടുള്ളത്. ആൻഡ് പടം കണ്ട് നിങ്ങൾ അവസാനത്തെ എൻ ക്രെഡിറ്റ് സീൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ആൻഡ് എന്താ പറയുക, നെക്സ്റ്റ് ബാങ്കർ ഈസ് കമ്മിങ് എന്ന് പറയുന്ന രീതിയിലാണ് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഉള്ള ബഡ്ജറ്റിന് എങ്ങനെ ഒരു സിനിമ എടുത്തു വെക്കാം എന്നുള്ളതിന് ഈ മോളിവുഡിലത്തെ ടാലന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും മേക്കേഴ്സും പെർഫോമൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രോപ്പർ വിഷനോട് കൂടി ഒരു കാര്യം സെറ്റ് ചെയ്താൽ അത് നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള രീതിയിൽ എടുത്തു വെക്കാൻ പറ്റുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആൻഡ് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സിനിമയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു കഥനെ കൺവേ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സിനിമ OTTക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. കാരണം ദയവ് ചെയ്ത് നല്ല സിനിമകൾ കാണാൻ വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇങ്ങനെയുള്ള സിനിമകളാണ് നമ്മൾ തീർച്ചയായിട്ടും വിജയിപ്പിക്കേണ്ടത്.
കാരണം ഇങ്ങനെയുള്ള ഒരു മൂവി വരുമ്പോൾ ശരിക്കും അത് ക്ലിക്ക് അപ്പോൾ പല പടങ്ങളും ഒരു യൂണിവേഴ്സ് എന്തിനോ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആ പടത്തെക്കുറിച്ചുള്ള ഫർദർ അതിന്റെ യൂണിവേഴ്സിലുള്ള മറ്റു പടങ്ങളെ കുറിച്ച് യാതൊരു ഐഡിയയും അല്ലെങ്കിൽ വിവരവും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എങ്ങനെയാണോ ആ ഒരു സ്റ്റോറി തുടങ്ങി വെച്ചിട്ടുള്ളത് ഇനിയുള്ള പടങ്ങളിലും ഇതേ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണും അവർക്ക് പിടിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് പലാക്സി പോലുള്ള എപ്പിക് സ്ക്രീനുകളുള്ള തിയേറ്ററുകളാണ് നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് ഈ പടം കാണാം. നോർമൽ തിയേറ്റേഴ്സിലൊക്കെ ഒരു ആസ്പെക്ട് റേഷ്യോ കാരണം ജസ്റ്റ് സൈഡിൽ ഒരു ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. ബട്ട് പടത്തിൽ എവിടെയും നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. കാരണം പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ആ ഒരു കഥയിലാണ് നമ്മുടെ ഫുൾ ഫോക്കസും കൊണ്ടുവച്ചിട്ടുള്ളത്. ആൻഡ് ശാന്തി ബാലചന്ദ്രന്റെ ആ ഒരു സ്ക്രീൻ പ്ലേ അത് പറയാനായിട്ട് വിട്ടുപോവാത്ത ഒരു കാര്യമാണ്. ആൻഡ് എല്ലാവരും അവരവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ മാക്സിമം ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഒരിക്കലും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ വൺ ഓഫ് ദ പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് സ്റ്റഫ് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ കാണുക.